പാലക്കാട് ഡിവിഷൻ അടച്ചുപൂട്ടാൻ നീക്കവുമായി റെയിൽവേ. മംഗളൂരു റെയിൽവേ ഡിവിഷൻ രൂപീകരിക്കാനാണ് തീരുമാനം. കേന്ദ്ര റെയിൽവേ സഹമന്ത്രി വി സോമണ്ണയുടെ നേതൃത്വത്തിൽ ചേരുന്ന യോഗം മംഗളൂരുവിൽ പുരോഗമിക്കുകയാണ്. പാലക്കാട് ഡിവിഷൻ ഇല്ലാതാകുന്നതോടെ കേരളത്തിൽ ഒരു ഡിവിഷൻ മാത്രമായി ചുരുങ്ങും. ഡിവിഷൻ വിഭജന നീക്കം അനുവദിക്കില്ലെന്ന് സംസ്ഥാന റെയിൽവേ ചുമതലയുള്ള മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. കേന്ദ്ര റെയിൽവേ സഹമന്ത്രി വി സോമണ്ണയുടെ നേതൃത്വത്തിലാണ് ഇന്ന് മംഗളൂരുവിൽ ഉന്നതതല റെയിൽവേ ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും യോഗം ചേരുന്നത്. മംഗലാപുരം കേന്ദ്രീകരിച്ചുള്ള റെയിൽവേ വികസന പദ്ധതികളും നിർമ്മാണ പ്രവൃത്തികളുടെ അവലോകനവുമാണ് ചർച്ചാ വിഷയമെന്നാണ് അറിയിച്ചിട്ടുള്ളതെങ്കിലും മംഗളൂരു റെയിൽവേ ഡിവിഷൻ രൂപവത്കരണവുമായി ബന്ധപ്പെട്ട യോഗമാണെന്നാണ് സൂചന. മംഗളൂരു ജില്ലാ പരിഷത്തിന്റെ ഹാളിലാണ് യോഗം പുരോഗമിക്കുന്നത്. മംഗളൂരുവിലും സമീപ പ്രദേശങ്ങളിലുമുള്ള എംപിമാർ, എംഎൽഎമാർ, ജില്ലാ പരിഷത്ത് ജനപ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ദക്ഷിണ റെയിൽവേ, ദക്ഷിണ പശ്ചിമ റെയിൽവേ, കൊങ്കൺ റെയിൽവേ എന്നിവിടങ്ങളിലെ ജനറൽ മാനേജർമാർ, ഡിവിഷണൽ മാനേജർമാർ, മറ്റുദ്യോഗസ്ഥർ ഉൾപ്പെടെയാണ് റെയിൽവേയുടെ ഭാഗത്തു നിന്ന് പങ്കെടുക്കുന്നത്. അതേസമയം കേരളത്തിന് യോഗവുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക അറിയിപ്പൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. പാലക്കാട് ഡിവിഷൻ വിഭജിച്ചുകൊണ്ടാണ് മംഗളൂരു ഡിവിഷൻ രൂപീകരിക്കുന്നതിരിക്കെ യോഗ തീരുമാനം കേരളത്തെയും ബാധിക്കും. 1956 രൂപീകരിച്ച പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ റെയിൽവേ ഡിവിഷനുകളിൽ ഒന്നാണ്. നേരത്തെ പാലക്കാട് ഡിവിഷൻ വിഭജിച്ചാണ് സേലം ഡിവിഷൻ രൂപീകരിച്ചത്. അതേസമയം പാലക്കാട് റെയിൽവേ ഡിവിഷനെ ഇല്ലാതാക്കാനുള്ള ഗൂഢനീക്കമാണ് നടക്കുന്നതെന്നും തീരുമാനത്തിൽ നിന്നും റെയിൽവേ പിന്മാറണമെന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ ആവശ്യപ്പെട്ടു. ഇക്കാര്യം ഉന്നയിച്ച് കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് നേരത്തെ കത്തെഴുതിയിരുന്നു. വീണ്ടും അധികാരമേറിയ ബി.ജെ.പി. നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ കേരളത്തോട് അവഗണനയും പ്രതികാര ബുദ്ധിയും തുടരുന്നതിന്റെ ഉദാഹരണമാണ് പാലക്കാട് ഡിവിഷൻ ഇല്ലാതാക്കാനുള്ള നീക്കമെന്നും മന്ത്രി പ്രതികരിച്ചു. റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ, ഇൻ റിപ്പോർട്ടർ, തിരൂർ.